നമസ്കാരം. ദില്ലിയിൽ നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള പോലീസ് നടപടികളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളും തുടർന്നുണ്ടായ പോലീസ് നടപടികളും ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച അടിയന്തര ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞത്. കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്നും ഇത്തരം വിഷയങ്ങളിൽ അടിയന്തരവാദം കേൾക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകാതിരുന്ന കോടതി തങ്ങൾക്ക് വീഡിയോകൾ കണ്ടിരിക്കാൻ സമയമില്ല എന്നും ഇത്തരം മാധ്യമ പ്രചാരണങ്ങളിൽ ഇടപെടാൻ കഴിയില്ലെന്നും തുറന്നടിച്ചു. ദേശീയ തലത്തിൽ വലിയ ചർച്ചയായ പരീക്ഷാ അട്ടിമറികളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളും ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭവും അതിനെ തുടർന്നുണ്ടായ പോലീസ് നടപടികളും സംഘർഷങ്ങളുമാണ് ഈ ഹർജിയുടെ അടിസ്ഥാനമായിരുന്നത്. സമരക്കാർക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായെന്നും അത് ഉടൻ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അഭിഭാഷകൻ കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ വിഷയം അടിയന്തരമായി ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് പൂർണ്ണമായും നിരാകരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സമയം പാഴാക്കരുത്, നിങ്ങളുടെ സമയവും പാഴാകരുത് എന്ന കടുത്ത പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസ് അതിക്രമം കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് അഭിഭാഷകൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുവെങ്കിലും തങ്ങൾക്കതിൽ താല്പര്യമില്ലെന്നും അത്തരം ദൃശ്യങ്ങൾ കണ്ടിരിക്കാൻ സമയമില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതിയും സമാനമായ രീതിയിൽ ഈ വിഷയത്തിലുള്ള അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കളഞ്ഞിരുന്നു. കോടതിയെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ മറുപടി. സുപ്രീം കോടതിയും ഹൈക്കോടതിയും അടക്കം പ്രമുഖ ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ മുൻഗണനാടിസ്ഥാനത്തിലുള്ള പരിഗണന നൽകാൻ തയ്യാറാകാത്തത് ശ്രദ്ധേയമാണ്. മുറപ്രകാരമുള്ള നിയമ നടപടികളിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ പരിഗണിക്കൂ എന്നും അല്ലാതെ അടിയന്തരമായി ഇടപെടേണ്ട പ്രത്യേക സാഹചര്യം ഇതിൽ കാണുന്നില്ല എന്നുമാണ് കോടതികളുടെ നിലപാട്. മാധ്യമങ്ങളിലെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലോ തത്സമയ സമ്മർദ്ദങ്ങളുടെ പുറത്തോ കോടതികൾ തീരുമാനമെടുക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും നടത്തുന്ന പ്രക്ഷോഭങ്ങളും അവയ്ക്കെതിരെയുള്ള ഭരണകൂട പോലീസ് നടപടികളും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് കോടതികളുടെ ഈ കർശന നിലപാട് കൂടി പുറത്തു വരുന്നത്. സാധാരണ പ്രക്രിയയിലൂടെ അല്ലാതെ ഇത്തരം ഹർജികൾ പ്രത്യേക പരിഗണനയ്ക്ക് എടുക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി നിയമപരമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് മാത്രമേ കോടതിയെ സമീപിക്കാൻ കഴിയൂ എന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ദില്ലിയിലെ ജന്തർ മന്ദിറിൽ നീറ്റ് വിഷയം മുൻനിർത്തി കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സൻസദ് ചലോ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും ചില കേന്ദ്രങ്ങളിലും പ്രചരിക്കുന്ന വിവരങ്ങളും യഥാർത്ഥത്തിൽ പ്രദേശത്ത് നടന്ന സംഭവ വികാസങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വസ്തുതകൾ വ്യക്തമാക്കുന്നത്. പോലീസാണ് സമരക്കാർക്ക് നേരെ ഏകപക്ഷീയമായ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന തരത്തിലുള്ള വാർത്തകൾ വൻതോതിൽ പ്രചരിക്കപ്പെട്ടുവെങ്കിലും യഥാർത്ഥത്തിൽ അക്രമത്തിന് തുടക്കമിട്ടതും ക്രമസമാധാന പാലകരെ ക്രൂരമായി തല്ലിച്ചതച്ചതും പ്രക്ഷോഭകർ തന്നെയായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. നിയമപാലകരെ ലക്ഷ്യമിട്ട് നടന്ന ഈ ആസൂത്രിത ആക്രമണങ്ങളുടെ ആഴവും ഗൗരവവും കണക്കിലെടുത്താണ് പ്രക്ഷോഭകർ സമർപ്പിച്ച അടിയന്തര ഹർജി സുപ്രീം കോടതി വലിച്ചെറിഞ്ഞത്. പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച സമരക്കാർ പോലീസ് സ്ഥാപിച്ച സുരക്ഷാ ബാരിക്കേഡുകൾ തകർക്കുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വൻതോതിൽ കല്ലെറി നടത്തുകയുമായിരുന്നു. സമാധാനപരമായ പ്രതിഷേധം എന്ന സങ്കല്പത്തെ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് 118-ലധികം പോലീസുകാരെയാണ് സമരക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അക്രമത്തിൽ 15 മുതൽ 20 വരെ സർക്കാർ വാഹനങ്ങൾ തല്ലി തകർക്കപ്പെടുകയും പൊതുമുതലുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. തങ്ങൾക്ക് നേരെ നിരന്തരം കല്ലേറും അക്രമവും ഉണ്ടായെന്ന ഘട്ടത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങളും ജീവഹാനിയും ഒഴിവാക്കാനും അതീവ സുരക്ഷാ മേഖലയുടെ നിയന്ത്രണം വീണ്ടെടുക്കാനും മാത്രമാണ് പോലീസ് ആവശ്യമായ പ്രതിരോധ നടപടികളിലേക്ക് കടക്കുന്നത് പോലും. ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെയാണ് തങ്ങൾക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായെന്നും അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് CJP അനുകൂലികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ അക്രമ സംഭവങ്ങളുടെ യാഥാർത്ഥ്യവും ആസൂത്രിത സ്വഭാവവും കൃത്യമായി മനസ്സിലാക്കിയ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കാൻ പോലുമില്ലെന്ന് വ്യക്തമാക്കി തള്ളുകയായിരുന്നു. സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളുടെയോ ഏകപക്ഷീയമായ വീഡിയോ ദൃശ്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ കോടതിയുടെ സമയം പാഴാക്കരുത് എന്നും പോലീസിനെ ആക്രമിച്ച ശേഷം ഇരവാദം ഉന്നയിക്കുന്ന രീതി അംഗീകരിക്കാനാകില്ല എന്നുമുള്ള സന്ദേശമാണ് സുപ്രീം കോടതിയുടെ ഈ നിലപാടിലൂടെ വ്യക്തമാക്കുന്നത്.
നിയമം കയ്യിലെടുക്കുകയും ക്രമസമാധാനം തകർക്കുകയും ചെയ്തവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ പോലീസിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ ഈ ഇടപെടലോടെ തെളിഞ്ഞിരിക്കുകയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.